അതേപോലെ നിങ്ങൾ മാലയെ കുറിച്ച് പറയുന്നുണ്ട്, മുഹിയുദ്ദീൻ മാലയെ. എന്നിട്ട് ഇവര് പറയാ ഞങ്ങൾക്ക് മുജാഹിദിന്റെ ആശയല്ല. കുത്തുബിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട് 133 പേജ്. കേട്ടോളിയും. ഒരു പ്രമാണിക നബി ചരിത്ര ഗ്രന്ഥത്തിലും കാണാത്ത കെട്ടുകഥകൾ പ്രവാചകന്റെ പേരിൽ ചുമത്തുന്ന ചില മൗലിദുകളുടെ കർത്താക്കൾ അജ്ഞാതമായതിന്റെ യുക്തിയെ കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. കുത്തുബിയത്ത്, മുഹിയുദ്ദീൻ മാല തുടങ്ങിയ അജ്ഞാത കൃതികൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടികളാണ്? തബ്ലീഗുകാര് പറയാണ് മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത് അജ്ഞാത കൃതിയാണ്. അത് ആരുതാന്ന് പോലും ഒരു തെളിവില്ല. ആരോടാണ് തബ്ലീഗുകാർ ഇത് പറയുന്നത്? മുഹിയുദ്ദീൻ മാല അജ്ഞാത കൃതിയോ? അറബി മലയാള സാഹിത്യത്തിൽ അറിയപ്പെട്ട് കിട്ടിയ ആദ്യത്തെ കാവ്യരചനയാണ് മുഹിയുദ്ദീൻ മാല. അത് എഴുതിയതൊരു കവിയാണ്, നല്ല ഗ്രന്ഥകാരനാണ്, ഖാദി മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് ആണ്. ആരാണ് തബ്ലീഗുകാരോട് അജ്ഞാനനാണെന്ന് പറഞ്ഞത്? അത് എഴുതിയത് ഖാദി മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ്. 1572 ജനനം, 1617 മരണം. 35 വയസ്സിലാണ് അദ്ദേഹം ഇത് എഴുതുന്നത്. ഇത് ഉൾപ്പെടെ 500ഓളം ഗ്രന്ഥങ്ങളുടെ രചയിതാവാണ്. ഈ ഖാദി മുഹമ്മദിന്റെ പരമ്പര ചെന്നെത്തുന്നത് മാലിക് ബിൻ ഹബീബ് മാലികുൽ അൻസ്വാർ. ഓ തബ്ലീഗുകാരാ, ഞങ്ങൾ ചൊല്ലുന്ന അല്ലാഹ് തീരു പേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് തുടങ്ങണ മുഹിയുദ്ദീൻ മാലല്ലേ? ആ മുഹിയുദ്ദീൻ മാല ഒരു അജ്ഞാത കൃതിയല്ല. നിങ്ങൾക്ക് ആ വിഷയം അജ്ഞാതമാണെന്ന് കരുതിയിട്ട് നിങ്ങളത് മാലോകരോട് വിളിച്ചു പറയരുത്. അതൊരു അജ്ഞാത കൃതിയല്ല. ഏത് കൊല്ലത്തിലാണ് ആ മാല രചിക്കുന്നത്? കൊല്ലം 782 ഞാൻ കോത്തന്നിമാലയെ 155 മലയാള വർഷം 782. അത് ക്രിസ്തു വർഷം വരുമ്പോ 1607. അത് ഹിജ്റ വർഷത്തിലേക്ക് വരുമ്പോ 1026. ഞങ്ങളത് കൃത്യ, ഞങ്ങളത് ക്ലിയറാ. എന്നിട്ട് പറയാണ് സുബ്ഹാനല്ലാഹ്, മുഹിയുദ്ദീൻ മാല പിന്നെ അജ്ഞാത കൃതിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അസുഖം തിരിയുന്നില്ലേ? പിന്നെണ്ടോ റബീഉൽ ആഖിർ മാസം, അത് റബീഉൽ ആഖിർ 29 അവസാന സമയ. ഈ തബ്ലീഗുകാരെ പള്ളിയിൽ നിങ്ങൾ മുഹിയുദ്ദീൻ മാല സ്വപ്നം കാണണ്ട. ഒരു വരി ചെല്ലുന്നു. കാരണം ഓല് പറയണത് എഴുതിയത് തന്നെ ആരാന്നറിയില്ലെന്നാ. എഴുതിയത് ആരാന്നറിയില്ലെന്നോ. 400 ചില്ലാൻ കൊല്ലം പഴക്കണ്ടി മാല, 400 ചില്ലാൻ കൊല്ലം പഴക്കണ്ട്. തബ്ലീഗുകാരെ പഠിച്ചോ? എഴുത്തച്ഛൻ ആധ്യാത്മിക രാമായണം കിളിപ്പാട്ട് എഴുതുന്നതിന്റെ മുമ്പ് വെളിച്ചം കണ്ട അറബി മലയാള സാഹിത്യ കൃതിയുടെ പേരാണ്. അക്ഷരം തെറ്റാതെ വിളിച്ചോ മുഹിയുദ്ദീൻ മാല. മുഹിയുദ്ദീൻ മാല അജ്ഞാത കൃതിയാണെന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതല്ലേ ഇവര് പ്രചരിപ്പിക്കുന്നത്? ആ മുഹിയുദ്ദീൻ മാലയെ കുറിച്ച് എന്തെല്ലാം പഠനങ്ങൾ! സുബ്ഹാനല്ലാഹ്. എന്നാൽ മുഹിയുദ്ദീൻ മാലയെ എതിർക്കുന്ന കക്ഷികൾ, മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഓല് പറയുമ്പോ ഒരു രസമുണ്ട്. ഓല് ഇതിനെ എതിർക്കാനായിട്ട് കിടക്കണവരാണ്. തബ്ലീഗുകാർ അങ്ങനെയല്ല പറയല്. തബ്ലീഗുകാർ പറയല് മുജാഹിദോ അതൊന്നും ഞങ്ങളിലില്ല, ഞങ്ങൾ അങ്ങനത്തെ അല്ല. പിന്നെ നിങ്ങളെ പണി എന്താ? ഞങ്ങൾ നിസ്കരിപ്പിക്കുക. ആരെ നിസ്കരിപ്പിക്കുക? ആ നിസ്കരിപ്പിക്കുന്ന പണിയാണല്ലോ ഇവിടെ എല്ലാവർക്കും ഉള്ളത്. പിന്നെ നിങ്ങളൊരു പാർട്ടി ആയിട്ട് വന്നത് എന്തിനാ? നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ വഹാബീസ, അല്ലെങ്കിൽ നിങ്ങൾ ചെല്ലി മുഹിയുദ്ദീൻ മാല. നിങ്ങളെ പള്ളിക്ക് ഇന്നെ വിളിച്ചോളി, ഞാൻ വരാം. മുഹിയുദ്ദീൻ മാല അല്ലാതെ ഞാൻ വിശദീകരിക്കാൻ വരാം. നിങ്ങൾ തരും അവസരം? 5 പൈസ നിങ്ങൾ തരണ്ട, വണ്ടിക്കൂലിയും കൂടി തരണ്ട. എന്റെ വക ഫ്രീ ആയിട്ട് ഞാൻ വരാം. നിങ്ങൾ തരുമോ? നമുക്കൊരു മൗലൂദല്ലല്ലേ, നിങ്ങൾ വരുമോ? ഒരു കുത്തുബിയത്തല്ലേ, നിങ്ങൾ വരുമോ? തബ്ലീഗുകാരനെ ഏതെങ്കിലും മക്കാമിൽ നിങ്ങൾ കാണലുണ്ടോ? എന്നിട്ട് ഓലെന്താ പറയാറ്? ഞങ്ങൾ അതിനൊന്നും എതിരല്ല. മനുഷ്യനായ നിലപാടുമാണ്. ഉള്ള നിലപാട് തുറന്നു പറയണം. മുജാഹിദീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ പിന്നെ ഓൽക്കും ഒരു തരം കണക്കാണ്. അതിങ്ങനെ എന്തിനും എതിർത്ത് കിടക്കുകയാണ്. ഓല് ഈ മാലിനൊക്കെ എതിർത്ത്. ഓല് മാലിനെ എതിർക്കാൻ എന്താ? ആയത്തും ഹദീസും തെളിവുണ്ടായിട്ടാ? ഈ മാല എന്ന് പറഞ്ഞതിന്റെ ഉള്ളടക്കം എന്താ? മാലന്റെ ഉള്ളടക്കം പ്രകീർത്തനം. മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞ പ്രകീർത്തനാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കി. മൊയ്തീൻ ശേഖിന്റെ പോലീസിനാ പറയുന്നത്. ഏത് മാലിങ്ങൾ ചൊല്ലി നോക്കി. ഇപ്പൊ നഫീസത്ത് മാല ഉമ്മമാരെ അത് ചൊല്ലി നോക്കി നിങ്ങൾ. ബിസ്മിയും ഹംദും സ്വലാത്തും നൽസലാമും മുന്നേ പിള്ളി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. കണ്ടോ എങ്ങനെയാ തുടങ്ങോ? ഹംദു സ്വലാത്തുണ്ട്. നിങ്ങൾ മൊയ്തീൻ മാലയിലേക്കോളിയും അല്ലാഹ് തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ
അരുൾ ചെയ്ത വേദാംബർ. കണ്ടോ, ബിസ്മി ഹംദ് സലാത്ത് നല്ല കാര്യമൊക്കെ തുടങ്ങണ്ട അങ്ങനെയൊന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച. ഈ മാല എഴുതിയവരൊക്കെ വിവരമുള്ളവരാ, ഓലൊക്കെ അങ്ങനെ എഴുതിയത്. ആ മാല തെറ്റാന്ന് മുജാഹിദ് പറയാനുള്ള കാരണം എന്താ അറിയങ്ങള്? ഓൽക്ക് ഇതിന് പ്രമാണം ഉണ്ടായിട്ടൊന്നല്ല. ഓല് പറഞ്ഞു ഇതിന്റെ അവസാനത്തിലേക്ക് ഓവർ എന്നല്ലേ, അതുകൊണ്ട് ഇത് ഓവറാണ്. എത്രേ ഉള്ളൂ. ഓലൊറ്റയ്ക്ക് തീരുമാനം പറയും. ഓലോടൊരു ഫത്വ ഉണ്ട്, രസമാണ്. പുടവയിലുണ്ട്, എന്റെ കയ്യിലുണ്ട്. പുടവ എന്ന് പറഞ്ഞ പോലെ ഒരു വനിതാ മാസിക ഉണ്ട്. അതിലൊരു ചോദ്യം ചോദിക്കേണ്ട, ഈ ബൈക്കിന്റെ പിന്നിൽ അന്യ പെണ്ണിനെ കയറ്റി യാത്ര ചെയ്യാൻ പറ്റുമോ? ബൈക്ക് ഒരു വണ്ടിയാണല്ലോ, ഓട്ടോറിക്ഷന്റെ മാതിരി ഒരു വാഹനാണല്ലോ. അതിൽ രണ്ടാക്കേ പെർമിഷൻ ഉള്ളൂ. ഒന്ന് ഡ്രൈവർ, ഒന്ന് ഒരാൾക്കും കൂടി പുറകിലിരിക്കണം. ഇപ്പൊ രണ്ടാൾക്കും ഹെൽമെറ്റും വേണമെന്നുള്ളത്. മൂന്നാള് പോയിട്ടുണ്ടെങ്കിൽ AI ക്യാമറ പണി വരും. അതാണ് ബൈക്കിന്റെ പൊതു നിയമം. അപ്പൊ ഈ ബൈക്ക് ഓടിക്കുന്നത് അന്യ പുരുഷനാണെങ്കിൽ അന്യ പെണ്ണിനെ അതിൽ കയറ്റാൻ പറ്റുമെന്നോ ചോദ്യം. മുജാഹിദിന്റെ ഫത്വ കേട്ടിട്ട് നിങ്ങള്? ഇപ്പത്തെ ചെറുപ്പക്കാർക്കൊക്കെ വേണ്ട ഫത്വേ. അതിൽ ഓല് പറയണെന്നറിയോ, ഇത് തെറ്റാന്ന് ഖുർആനിൽ എവിടെ ഇല്ലാന്ന. അപ്പൊ ഇതിന് തെരയാണ് ബൈക്ക് ഖുർആനിലുണ്ടോന്ന്. ബൈക്കിന്ന് എങ്ങനെ ഖുർആനിലുണ്ടാവും? എന്നിട്ട് ഓല് പറഞ്ഞാൽ 24 മണിക്കൂർ വരെ ഒരു കുഴപ്പമില്ല. എങ്ങനെ ചെക്കന്മാര് മുജാഹിദാകണെന്നല്ലേ മാതിരി പത്ത് തന്നെ. നിങ്ങൾക്ക് ബഹുഭാര്യത്വം ആശങ്കക്കും ആശക്കടയിൽ എന്ന് പറഞ്ഞ പുസ്തകം കിട്ടും, സുഹൈർ മൗലവി ചുങ്കത്തറിന്റെ. ഞാൻ അത് വെറുതെ പറയുന്നല്ല, ഇത് ഓൺലൈനിലുണ്ടല്ലോ, മനുഷ്യന്മാര് കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ നാളെ ടെലിഫോൺ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടോന്ന് പലരും ചോദിക്കുമല്ലോ, എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. ഒക്കെ ഉള്ളതന്നെയാണ്, ഇതിപ്പോൾ ആദ്യമായിട്ട് പറയുന്നല്ല. നിങ്ങൾക്ക് ആ പുസ്തകത്ത് കാണാം മൗലവി പറയുന്നത് നിക്കാഹൊക്കെ എങ്ങനെ വേണം. നിങ്ങള് നമ്മളെ നാട്ടിലൊക്കെ ഒരു നിക്കാഹ് എടുക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇപ്പൊ പെണ്ണിന്റെ വാപ്പ ആ മോളെ കെട്ടാൻ തന്നെ ചെക്കന്റെ കൈ പിടിച്ചിട്ട് പറയും, ഈ സ്വർണ്ണാഭന്റെ മഹറിന് പകരമായിട്ട് എന്റെ എന്നാലിന്ന മോളെ ഞാൻ എനിക്ക് നിക്കാഹ് ഇതെന്നു പറയും. അതിന് 2 സാക്ഷികളും ഉണ്ടാവും. പക്ഷെ ഈ മൗലവി പറഞ്ഞത് അങ്ങനത്തെ റിസ്ക് ഒന്നും ആവശ്യമില്ല. പിന്നെ എന്തു മതി? പെണ്ണിന് ചെക്കന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെണ്ണ് തിന്നിട്ട് ചെക്കനോട് പറയാ, എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു. അപ്പൊ പെണ്ണ് പറയാ, നപ്പോര് ബാപ്പി ഇമ്മയും കൂടി അറിയില്ല, കല്യാണം കഴിഞ്ഞ്. എങ്ങനെയുണ്ട്? ഇതാണ് മുജാഹിദ്. മുജാഹിദീങ്ങളുടെ ഒരു കഥ, ഒരു കോമഡിയാണ്. അയറ്റകളെ കുറിച്ച് ഇങ്ങനെ പഠിച്ച ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ഞാൻ ബാലിശ്ശേരിന്റെ പ്രസംഗം കേൾക്കല്, ചിരി ഇങ്ങനെ വരും. പോയത്തം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അടുത്തുണ്ട് ഇവിടുന്ന് പറയുന്നത് RSS പേടിക്കണ്ട, ഓലും നിങ്ങൾ ഒന്നും ചെയ്യൂല. ഭയങ്കര ബന്ധ മൂപ്പർക്ക് ഓലേറ്റ്, ഭയങ്കര ബന്ധ അയാൾക്ക്. അതാ ഞാൻ പറയണത്, ഇവരിതൊരു കോമഡിയാണ്. ഇവരെന്നിട്ട് അതിന് മുഹ്യിദ്ദീൻമാല തെറ്റാന്ന് പറയാൻ. ഇവര് വന്നത് കേരളത്തിൽ വന്നത് 22-ലാ. ഞാൻ സംസാരിക്കുന്നത് 2023 നവംബറിലാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ, മുജാഹിദ് കേരളത്തിൽ വന്നിട്ട് 100 കൊല്ലം തികയുന്നുള്ളൂ. ഇവര് വരണീന്റെ 100-300 കൊല്ലം മുമ്പ് മാപ്പിളാര് ചെല്ലാൻ തുടങ്ങി. എത്ര കൊല്ലം, 400 ചില്ലാൻ കൊല്ലം പഴക്കണ്ട് മുഹ്യിദ്ദീൻമാലക്ക്. എത്ര ആലിമീങ്ങളുടെ ജീവിച്ചു മരിച്ചുപോയി. ആരെങ്കിലും ഈ മുഹ്യിദ്ദീൻമാല എതിർത്തോ? മുഹ്യിദ്ദീൻമാല ഒരു വാദപ്രതിവാദം നടന്നു. എവിടെ നിങ്ങള്? കൊണ്ടോട്ടിക്കടുത്ത് നെടിയിരിപ്പ് എന്ന സ്ഥലത്ത്. ആരായിരുന്നു സുന്നിയാളെ പക്ഷത്തുനിന്ന്? ശൈഖുന പതി ഉസ്താദ്, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. വഹാബികളുടെ പക്ഷത്തുനിന്നോ എടവണ്ണ അലവി മൗലവി. ആ പതി ഉസ്താദ് അന്ന് അലവി മൗലവി പതി ഉസ്താദോട് പറഞ്ഞത് എന്താ അറിയാം? മുഹ്യിദ്ദീൻമാല ഖുർആനെതിരാണ്. അപ്പൊ പതി ഉസ്താദ് ചോദിച്ചു, ഏത് മുഹ്യിദ്ദീൻമാല ചോദിച്ചു? കാലി മുഹമ്മദ് എഴുതിയ മാലയാണ് ചോദിച്ചു. അതെ, ഒരൊറ്റ വരി ഖുർആനെതിരില്ല. ഉണ്ട് എന്ന് മൗലവി, ഇല്ലാന്ന് ഉസ്താദു. എന്നായിക്കോട്ടെ, നിങ്ങൾക്ക് സംശയമൊക്കെ ചോദിച്ചോളിയാറ്. ഈ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നെടിയിരിപ്പിൽ നടന്നതാ. ഇന്നും കാരണവന്മാര് പറയും ആ സംഭവം. അപ്പൊ മൗലവി ആദ്യമായിട്ട് ചൊല്ലണ വരി എന്തറിയോ? ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തിരയുള്ളോവർ. അവരെ കൊടി. മുസ്ലിയാരെ ഈ കൊടി എന്നാ കൊടി? ഇതെന്തു കൊടി? ഓ, അപ്പൊ ഈ മൗലവി കൊടിന്ന് കണ്ടപ്പോ തന്നെ മൂപ്പര് മനസ്സിലാക്കി എന്തറിയോ? ഇവിടെ കണ്ടെങ്കിൽ SSFന്റെ കൊടി. അതുമാതിരി ഒരു ശീലോണ്ടൊക്കെ ഉണ്ടാക്കിയ കൊടിയാവും. അപ്പൊ ശീല എന്താണ്, കൊടി എവിടെയാണെന്നൊക്കെ ചോദിക്കാനാ മൂപ്പര് ഇരിക്കുന്നത്. മാലി പറഞ്ഞ കൊടിന്റെ അർത്ഥം തന്നെ അതല്ലേ? അപ്പൊ ഉസ്താദിന് തിരിഞ്ഞ്, ഇയാള് ജാഹില് മാത്രല്ല അബൂജാഹിലാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, മാല അവിടെ ഇരിക്കട്ടെ മൗലവി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞുതരാം. തർക്കല്ലാത്താണല്ലോ ഇപ്പൊ ഖുർആന് പറഞ്ഞു. അപ്പൊ മൗലവി ഇങ്ങനെ തലോണ്ടാട്ടി. അതിലുണ്ടല്ലോ വഅതസിമു ബിഹബിലില്ലാഹി ജമീഅൻ. അങ്ങനെ ഇല്ലേ ചോദിച്ചു. അങ്ങനെ ഉണ്ടാകും. എന്താ ഹബില് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. ഹബില് പറഞ്ഞ കയറാണ്. ആ കയറിന്റെ അടുത്തുണ്ട് ഈ മാലിയത്തെ കൊടി എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം വെള്ളം കോരുന്ന കയറുന്നാ. ഈ മൗലവിമാരൊക്കെ വിവരക്കേട്. അപ്പൊ ഈ കൊടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പ്രശസ്തി എന്നുള്ളൂ. പിന്നെ അതിന്റെ ശീല അറിയണോ? അപ്പൊ ഞമ്മളെ മാല ഞമ്മളർത്ഥം വെക്കും. ഞമ്മളെ ഉലമ വിശദീകരിച്ചൊരു മാലിയിൽ നിന്ന് ഒരു അരവരി തെറ്റു പറയാൻ കാളി മുഹമ്മദ് എന്ന വിശ്രുതനായ പണ്ഡിതനാ
അവരെഴുതിയ മുഹയ്യദ്ദീൻ മാലയിലെ തെറ്റു പറയാൻ ആരായിന്ന് കേരളത്തിലെ മൗലവിമാരൊക്കെ? ഏത് മൗലവിമാർക്ക് കഴിയാ? നല്ല രസമുള്ള മൗലവിമാരപ്പൊക്കെ നടക്കണേ. അപ്പൊ ഞാൻ സഹോദരന്മാരെ, അവര് മാലയെ എതിർക്കുകയാണെങ്കിൽ അത് അവരെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വെക്കാം. തബ്ലീഗാരോ മാല അജ്ഞാതാണെന്ന്. എന്നാ ശരി, ഓദറ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ പോലീസ ഞാൻ പറഞ്ഞില്ലേ, എന്നപ്പൊ ക്ലിയർ ആയോ? നമുക്ക് ഒന്നിച്ചു ചൊല്ലിക്കാല. ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കോടി നീളം അതീരെയുള്ളോവർ. ആ മാലനൊക്കെ കളിയാക്കിയിരുന്ന വഹാബികൾ 2000 ഇറക്കിയ മാല കണ്ടങ്ങൾ, 2000 ഇറക്കിയ മാല, 23 കൊല്ലത്തെ പഴക്കമില്ല. ഈ മാല മൊയ്തീൻ ശൈഖിന്റെ പേരിലല്ല, മൊയ്തീൻ ശൈഖിന് ഓൽക്ക് പറ്റൂലല്ലോ. ഇപ്പൊ കോഴിക്കോട് സമ്മേളനത്തിൽ മഹാനായ ശൈഖ് ജീലാനി റഹിമഹുല്ലാ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിങ്ങനെ കേട്ടപ്പോ ചിരി വന്നു. എന്തേ കാരണം? ഇവര് മഹാനായ ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് എഴുതിയത്, സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആ പ്രസംഗം യൂട്യൂബിൽ കേൾക്കാൻ കഴിയും. അതാണ് ഇവരുടെ തൊലിക്കട്ടി എന്ന് പറഞ്ഞ സാധനം. ആരാണ് ഇവര് മൊയ്തീൻ ശൈഖിന്? എങ്ങനെയാണ് ഇവർക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നത് എനിക്കറിയുന്നില്ല. അതിന്റെ കാരണം ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് ഇവര് എഴുതിയത് ഞാൻ വായിച്ചതാ. അൽമനാർ 1980. ഇപ്പൊ ശൈഖ് ജീലാനി റഹിമഹുല്ലാ എന്ന് പറയാ. ഇത് 1980 അൽമനാർ. ഈ 80 അൽമനാറിൽ നോക്കൂ നിങ്ങൾ, ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് മുജാഹിദ് എഴുതി വെച്ചത് ഞാൻ വായിച്ചുതരാം. ജീലാൻ പട്ടണത്തിൽ ജനിച്ച ഒരു അനാഥ ബാലനായ അബ്ദുൽ ഖാദിർ തന്റെ അനിതര സാധാരണമായ ബുദ്ധിശക്തി കൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാമിക വിജ്ഞാനങ്ങളിലെല്ലാം വ്യാപത്തി നേടി. താൻ പഠിച്ച ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു പ്രൊഫസറായി ജോലി തുടങ്ങി. അങ്ങനെ പറഞ്ഞിട്ട് പോരാണ്, ലോകത്തുള്ള സകല വിജ്ഞാനങ്ങളും കലകളും ബഗ്ദാദിലേക്ക് ഒഴുകുന്ന കാലമായിരുന്നു അത്. ഇന്ത്യയിൽ നിന്നും പല വിജ്ഞാനങ്ങളും തത്വശാസ്ത്രങ്ങളും അക്കൂട്ടത്തിൽ ഒലിച്ചു വന്നതിൽ അദ്വൈത്വം വഹ്ദത്തുൽ വുജൂദ് ശൈഖ് അബ്ദുൽ ഖാദിറിനെ വല്ലാതെ ആകർഷിച്ചു. ശൈഖ് ജീലാനി തങ്ങളെ കുറിച്ച് എഴുതാണ്, യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായ നമഃ. വഹ്ദത്തുൽ വുജൂദിന്റെ ചെറിയ നിർവചനം മേൽ കൊടുത്തതിൽ നിന്നും ലഭിക്കും. ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം ശൈഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. ആ നിലക്ക് ശൈഖ് ജീലാനി തങ്ങൾ അവതരിപ്പിച്ചവര് ഇപ്പൊ പറയാണ് ശൈഖ് ജീലാനി റഹിമഹുല്ലാ. അപ്പൊ അതിരിക്കട്ടെ, ആ ശൈഖ് ജീലാനി തങ്ങളുടെ പേരിൽ കാളി മുഹമ്മദ് എഴുതിയ മുഹയ്യദ്ദീൻ മാല, അതിൽ ശിർക്ക് കണ്ടെത്തിയ ആളുകൾ, അത് പാടില്ലെന്ന് പറഞ്ഞ ആളുകൾ 2000 പുറത്തിറക്കിയ മാല, അത് ഉമർ മൗലവിയുടെ പേരിലാണ്. ആ ഉമർ മൗലവിയുടെ പേരിൽ ഇറക്കിയ മാലയിലെ ഒന്നാമത്തെ വരി നോക്ക് നിങ്ങൾ. നമ്മളെ മുഹയ്യദ്ദീൻ മാലയിലെ അതേ ടൂണിൽ ഇവർ എഴുതുകയാണ്, സ്വർഗത്തിലേക്ക് വേദന ശാന്തിതൻ സായുജ്യമാകുവാൻ കേഴുന്നു കേരള മക്കൾ നിനക്കോരോ രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ മലയാള മണ്ണിനോ സൗഭാഗ്യമായി നീ മൂന്നാം ഉമറായി ജീവിച്ച നാളുകൾ പരശുരാമൻ്റേത് കഥയെങ്കിൽ ദക്ഷിണ കേരളം നിന്റേത് മാത്രമല്ലേ ഗുരു. എങ്ങനെയുണ്ട് മാല? മറുമൗലവിന്റെ പേരിലാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല. പരശുരാമ മഴുവരിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായെന്നൊക്കെ പറയുന്നത് കഥ മാത്രമാണെങ്കിൽ, ദക്ഷിണ കേരളം അങ്ങയുടേത് മാത്രമല്ല ഗുരുന്ന്. ഗുരു എന്ന് പറഞ്ഞാൽ മലയാളം അറബി വിളിച്ച ശൈഖ് എന്നാ. അപ്പൊ ശൈഖേന്ന് ഉമർക്കാലി തങ്ങളെ വിളിച്ചാലോ, വെളിയങ്കോട് ഉമർക്കാലി തങ്ങളെ ശൈഖേന്ന് വിളിച്ചാൽ നരകത്തേക്ക്, തിരൂക്കാട്ട് ഉമർ മൗലവിനെ കുരു എന്ന് വിളിച്ചാലോ സ്വർഗത്തേക്ക്. ഇതിനെ ഇരട്ടത്താപ്പ് എന്ന് പറയാം മലയാളത്തിൽ. ആലോചിച്ചു നോക്കണം. ഇനി തീർന്നില്ല സുഹൃത്തുക്കളെ, ഈ മൗലവിയെ കുറിച്ച് ഇവര് എഴുതി വെച്ച മഹത്വം കേട്ടോ നിങ്ങള്. സ്വർലോകം കൈക്കുള്ളി ലാക്കി ജീവിക്കവേ എങ്ങിനെയങ്ങൂ സമ്പാദിച്ചു ഭൂമിയെ. ഉമർ മൗലവിന്റെ ഉള്ളം കയ്യിലായിരുന്നു സ്വർഗം. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ ഖുർആൻ സ്വർഗ വിശാലത പറയുന്നത് എങ്ങനെയാണ്? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ സമാവാതു വൽ അർദ്
ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. ആകാശഭൂമികളെ വിശാലത അള്ളാന്റെ സ്വർഗത്തിനുണ്ടെന്നാ പറയുന്നത്. അത്രയും വിശാലമായ സ്വർഗലോകം ഉമർ മൗലവിയുടെ ഉള്ളം കയ്യിലായിരുന്നു എന്ന് മുജാഹിദുകൾ അവരെ മാലയിൽ എഴുതുകയാണ്. അപ്പൊ വിരോധാരോടാ? വിരോധാരോടാ? അമ്പിയാക്കളോടാ. വിരോധാരോടാ? അള്ളാഹുവിന്റെ മഹത്തുക്കളായ മഹാത്മാക്കളോടാണ് വിരോധം. ഔലിയാക്കളോടാണ്, അമ്പിയാക്കളോടാണ്. ഇനി ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ നിർത്തുകയാണ്. അത് മനസ്സിലാക്കണം. ഇവരുടെ അപകടം എന്താന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ അപകടം എന്താന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ തമാശ പറയല്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഗൗരവത്തിൽ കേൾക്കണം. ഞാൻ നിർത്താൻ പോവുകയാണ്. പറഞ്ഞാൽ തീരൂല. ഈ പുത്തനാശയക്കാരുടെ വികലവാദങ്ങൾ പറഞ്ഞാൽ തീരൂല. ഇവർക്ക് ഈ മാലിനോടും മൗലൂദിനോടൊക്കെ ഉള്ള വെറുപ്പ് എന്താ അറിയോ? ഹബീബായ തങ്ങളോടും മൊയ്തീൻ ശൈഖിനോടും ഔലിയാക്കളോടൊക്കെ ഉള്ള വെറുപ്പ് തന്നെയാണ്. ഇത് നമ്മൾ അല്ലാന്നല്ല പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഈ പുത്തൻവാദികളെ വിശ്വാസം എന്താണ്? ഓ എന്റെ ഉമ്മമാരെ, ഇത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ മക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കണം. ഓ എന്റെ ചെറുപ്പക്കാരെ, ജീവിക്കുന്നത് സുന്നിയായി ജീവിക്കണം, സുന്നിയായി തന്നെ മരിക്കണം. ഈമാനോടുകൂടെയുള്ള മൗത്തിന് അത് അനിവാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? എന്റെ കയ്യിൽ കാണുന്നത് 1985 അൽമനാറിന്റെ ഒറിജിനൽ കോപ്പിയാണ്. ഇതാണ് ആ അൽമനാർ എന്ന് പറയുന്ന സാധനം. ഇത് 85 മുജാഹിദ് പുറത്തിറക്കിയതാണ്. ഈ അൽമനാറിന്റെ 20ാമത്തെ പേജ് നിങ്ങളൊന്ന് മറിച്ചു നോക്ക്. മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദ് അവറുകള്, ബാഹുവേ അവിടത്തേക്ക് നീ ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, ബറക്കത്തുള്ള ആയുസ് നൽകണേ അല്ലാഹ്. ആ ശൈഖുനാ ഉസ്താദ് അവറുകള് കൊണ്ടൂര് ഉറൂസിൽ വെച്ചുകൊണ്ട് സംസാരിച്ചപ്പോ പറഞ്ഞ വിഷയം ഇതായിരുന്നു. ഇതിന്റെ പേരിൽ ഉസ്താദിനെതിരെ പത്രസമ്മേളനം വരെ വിളിക്കാൻ മൗലവിമാര് തൊലിക്കട്ടി കാണിച്ചില്ലേ? എന്താണ് AP ഉസ്താദ് പറഞ്ഞത്? ഇന്നോളം തിരുത്തേണ്ട ഗതികേടില്ലാത്ത നേതാവാണ്. നിങ്ങളെ പേരിൽ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. അത് നിങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം മുസൽമാന്റെ വിശ്വാസമാകരുത്. അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിനില്ല. എന്താണ് ഇവര് വിശ്വസിക്കുന്നത്? 1985 അൽമനാർ. ഈ അൽമനാറിൽ ഇവർ എഴുതുകയാണ്, നബിതങ്ങളുടെ ഭൗതികമായ ശരീരം അത് ജീർണിച്ചു പോയിട്ടുണ്ട്. ഭൗതികമായ ശരീരം ജീർണിച്ചു പോയിട്ടുണ്ടെന്നാണ് എഴുതിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം എന്റെ കയ്യിലുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ 87 പ്രബോധനമാണിത്. ഈ പ്രബോധനത്തിലും നിങ്ങൾക്ക് കാണാം, നബിതങ്ങളുടെ ശരീരം എന്തിനാ മറവ് ചെയ്തത്? അത് ജീർണിക്കാൻ അവസരം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓ എന്റെ ഉമ്മമാരെ, നമ്മൾ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിലുള്ള വിശ്വാസം ക്ലിയർ ആകണ്ടയോ? എങ്ങനെയാ നബി തങ്ങളെ നമ്മൾ വിശ്വസിക്കേണ്ടത്? ഇവരുടെ വിശ്വാസം ശരിയാണോ? എന്താണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത്? അമ്പിയാക്കളെ ശരീരം മണ്ണായി പോയെന്നല്ല വിശ്വാസമല്ലേ? ആ വിശ്വാസം പേറി മരിച്ചാൽ നാളെ ഏട് വലത്തെ കയ്യിൽ കിട്ടുമോ? നാളെ അർശിന്റെ തണല് കിട്ടുമോ? നാളെ ഹൗലുൽ കൗസറിൽ നിന്ന് കുടിക്കാനാകുമോ? ഉമ്മാ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അവിടുത്തെ ശരീരം മണ്ണ് തിന്നൂല എന്നാണ്. അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല എന്നാ പഠിപ്പിച്ചത്. ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ എൻ്റെ പേരിൽ വെള്ളിയാഴ്ച സ്വലാത്ത് അധികരിപ്പിക്കണേ, ആ സ്വലാത്തുകളൊക്കെ എന്നിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബ ചോദിക്കുകയാണ്, അങ്ങ് വഫാത്തായിട്ട് ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് അങ്ങേക്ക് എത്തുമോ? അങ്ങ് മണ്ണായി പോകൂല നബിയേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻ തഅകുല അജ്സാദൽ അംബിയാ. അമ്പിയാക്കളെ ശരീരം അല്ലാഹു തആല ഭൂമിക്ക് നിഷിദ്ധമാക്കിയതാണ്. ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, നബിമാരെ ശരീരം ഭൂമി തിന്നൂല. ഇത് മുത്ത് നബി തങ്ങളെ വാക്കാൻ അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് സലഫികള്. അത് വിശ്വസിക്കാൻ പ്രയാസം
പ്രയാസമുള്ളവരാ മൗദൂദികള്, അവരെ വെള്ളപൂശുന്നവരാ തബ്ലീഗുകാര്. ഏതു പക്ഷത്തു നിൽക്കണമെന്നുള്ളത് ഈമാനുള്ളവർ ചിന്തിച്ചു കൊള്ളട്ടെ. ഇത് നശിക്കാനുള്ള ലോകമാണ്. അള്ളാന്റെ റസൂലിന്റെ ശരീരം മണ്ണ് തിന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ഉണ്ടാകുമോ സഹോദരാ? ആ വിശ്വാസം ഇസ്ലാമിന്റെ വിശ്വാസമല്ല എന്ന് സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദ് പറഞ്ഞതിനാണ് ഇവരൊന്നാകെ വാളെടുത്ത് പുറപ്പെട്ടതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, തിരുത്തേണ്ടത് ഉസ്താദിനല്ലയടാ, തിരുത്തേണ്ടത് ഉസ്താദിനല്ല മൗലവിമാരെ. തിരുത്തൂ നിങ്ങളെ അൽമനാറ്, തിരുത്തൂ നിങ്ങളെ പ്രബോധനം, തിരുത്തൂ നിങ്ങളെ വഴിപിഴച്ച വിശ്വാസം തിരുത്തൂ. എന്നിട്ട് ഇസ്ലാമിന്റെ വിശ്വാസം സ്വീകരിച്ചു വാ. അമ്പിയാക്കളെ ശരീരമുണ്ടോ മണ്ണ് തിന്നുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. മഹാനായ റിഫാഇ തങ്ങളെ മാസമല്ലേ വരാനിരിക്കുന്നത്? ആരാണ്? അഹ്മദുൽ കബീർ റിഫാഇ തങ്ങള്. അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞ് മദീന സിയാറക്ക് വേണ്ടി പോവുകയാണ്. ഇമാമീങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ ഗുജറാത്ത് ഷരീഫിന്റെ ചാരത്തെത്തിയിട്ട് മഹാനായ റിഫാഇ തങ്ങള് പ്രിയപ്പെട്ട ഉമ്മമാരെ, വഫാത്തായ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് സലാം പറയുകയാ. ആ റിഫാഇ തങ്ങള് വഫാത്തായ നബിയെ വിളിച്ചുകൊണ്ട് ഒരാഗ്രഹം അറിയിക്കുകയാണ്. എന്താണ് റിഫാഇ തങ്ങൾ പറയുന്നത്? റിഫാഇ തങ്ങൾ പറയുന്നു, യാ റസൂലുള്ളാഹ്, പലപ്പോഴും എന്റെ ആത്മാവാണ് ഇവിടെ വരാറുള്ളത്, എന്റെ ആത്മാവാണ് ഇവിടെ വരാറുള്ളത്. ഇന്ന് എന്റെ ആത്മാവ് മാത്രമല്ല, എന്റെ ശരീരം അങ്ങയുടെ ചാരത്തുണ്ട് നബിയേ. എനിക്കൊരാഗ്രഹമുണ്ട് യാ റസൂലല്ലാഹ്. വഫാത്തായ നബി തങ്ങളോടാണ് റിഫാഇ തങ്ങൾ എന്ന ആശിഖുർ റസൂല് തന്റെ ആഗ്രഹം അറിയിക്കുന്നത്. അങ്ങയുടെ കൈയൊന്ന് എനിക്ക് നീട്ടിത്തരണേ എന്നാ പറയുന്നത്. പ്രിയപ്പെട്ട ഉമ്മാ, റിഫാഇ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് ഇഷ്ക് കൊണ്ട് പാടുകയാണ്. ഫി ഹാലത്തിൽ ബുഅദിറു ഹി കുന്തു ഉർസിലുഹാ തുകബിലുൽ അർളഅൻ നീ വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് വംദുദ് യമീനക കൈ തുഗ്ലാ ബിഹാ ശഫതി. റിഫാഇ തങ്ങൾ ഈ ആഗ്രഹം അറിയിച്ചിട്ട് മുത്തുനബി തങ്ങളോട് ഇത് പറഞ്ഞപ്പോ ഇമാമിങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയില്ലേ? എത്ര മനുഷ്യന്മാരതിന് സാക്ഷിയായത്? ആ ഖബറു ഷരീഫിൽ നിന്ന് ഷറഫുള്ളൊരു കയ്യങ്ങ് വെളിയിലേക്ക് വന്നു. ആരുടെ കയ്യായിരുന്നു മുസ്ലിമേ അത്? ലോകത്തിന്റെ നേതാവ്, നമ്മുടെ ചങ്കിലെ ചോര, ഹൃദയത്തിന്റെ തുടിപ്പ്, മദീനയുടെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവിന്റെ കയ്യങ്ങട്ട് കിട്ടിയപ്പോ ആശിഖുർ റസൂലായ റിഫാഇ തങ്ങള് ആ കൈ തുരുതുരാ ചുംബിച്ചു. ആ കൈ ഉള്ളിലേക്ക് തന്നെ വലിഞ്ഞു പോയി. ആ നേതാവിനെ കുറിച്ച് എഴുതിയത് ജമാഅത്തുകാരൻ ആ ശരീരം മണ്ണായെന്ന്. 85 അൽമനാറിൽ സലഫി എഴുതുക ആ മണ്ണായി പോയെന്ന്. ആ വിശ്വാസം നമുക്ക് വേണോ? അതുകൊണ്ടാണ് നമ്മൾ ഈ ആദർശ പ്രഭാഷണത്തിൽ അങ്ങനത്തെ വികല വിശ്വാസത്തിന്റെ പിറകിൽ പോകരുത്. കറകളഞ്ഞ ഇസ്ലാമിന്റെ വിശ്വാസ ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കണം. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആദർശം എന്നെന്റെ സഹോദരങ്ങളോട് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമയം ഒരുപാട് അതിക്രമിച്ചതുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.